ഹേ ഗേസ്, വെൽക്കം ബാക്ക് ചെയ്യാൻ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളൊന്ന് വണ്ടിയിൽ കുറച്ച് ചെറിയ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്യേണ്ട സമയത്തൊന്നും ഇതിൻ്റെ ബെയറിങ്ങുകളൊന്നും മാറ്റില്ല കേട്ടോ, വീൽ ബെയറിങ്ങൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീൽ ബെയറിങ് മാറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വീൽ ഇളക്കമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ 2 ബെയറിങ് വാങ്ങിച്ചിട്ടുണ്ട്. എത്ര 180 രൂപ 200 അങ്ങോട്ട് വന്നുള്ളൂ. അത് ഹീറോൻ്റെ അല്ല, വേറെ സ്ക്രാഫ്ലർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫാഗ് ബ്രാൻഡ് ബെയറിംഗ് ആണ്. നമുക്ക് ഇതിട്ട് എങ്ങനെയുണ്ട് നോക്കാം. തിരക്കേടില്ലാന്ന് പറഞ്ഞ കേട്ടെ, വലിയ ഹൈ ക്വാളിറ്റി ഒന്നുമല്ല, എന്നാലും മീഡിയം ടൈപ്പ്. എന്തായാലും വീല് ഊരിട്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇടാം. നമുക്ക് തന്നെ ഇടാവുന്നുള്ളൂ. പക്ഷേ എന്നൊക്കെ എൻ്റെ കൈ ചെറിയൊരു അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്, കാരണം നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് വീലഴിച്ച് നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ബെയറിംഗ് ഇടാം. പിന്നെ നമ്മൾ എൻജിൻ ഓയിലൊക്കെ മാറ്റിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിന് ശേഷം അടിപൊളിയാണ്. എൻജിനും ഹീറ്റൊന്നും ആവുന്നില്ല, നല്ല സ്മൂത്തായിട്ടുണ്ട് എൻജിൻ. അപ്പോൾ ഓയിൽ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 100-200 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 250 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഒക്കെ സ്മൂത്ത്. അതും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ ഹീറ്റ് ആവുന്നില്ല. ആദ്യം നമ്മൾ ഭയങ്കര ഹീറ്റായിരുന്നു, ഇപ്പോൾ ഹീറ്റൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു അടുത്ത റൈഡോടെയും പോയിട്ട് ഓയിൽ മാറ്റിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യട്ടെ. നമ്മൾ വീലഴിക്കാൻ പോണത് അപ്പർ സൈഡ് 16 ഒരു സൈഡ് 14 ആണ്. ഇപ്പോൾ ആക്സിലിൻ്റെ 14, നെറ്റിൻ്റെ 16. ആക്സി ഒരിടത്ത് ഇറങ്ങി പോന്നുള്ളൂ. നമ്മൾ വണ്ടിയുടെ വീലൊക്കെ അഴിച്ചെടുത്തു, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബെയറിങ്ങിൻ്റെ അകത്തുണ്ടോ എന്നത്. അപ്പോൾ നമുക്ക് ബെയറിങ് കൊണ്ടുപോയി മാറ്റിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലെത്തി ബെയറിങ് അടിച്ച് ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഊരിയെടുത്തിട്ട് വേണം നമുക്ക് പുതിയ ബെയറിങ് ഇടാനായിട്ട്. ഇതാണ് പഴയ ബെയറിങ്ങിൻ്റെ അവസ്ഥ. ഇത് ആകെ പോയി, ഇളക്കായി, ആകെ കംപ്ലൈൻ്റായി. പിന്നെ നമുക്ക് പുതിയത് ഇടാം. നമ്മുടെ പണിക്കാരൻ ബായി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്കറാണ്, നല്ല വർക്കറാണ് കേട്ടോ. പുള്ളികളെ നീറ്റാക്കിയിട്ടാണ് ചെയ്യണത്. എന്തായാലും ഗ്രീസൊക്കെ ഇട്ടിട്ട് പതിയെ അത് അടിച്ചെന്ന് കയറ്റണമുണ്ട്. നമുക്ക് ചെയ്യാം, പക്ഷേ എൻ്റെ കൈക്ക് ചെറിയൊരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യുന്നില്ല. ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് കൈ, അതുകൊണ്ട് ചെയ്യാത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അടിച്ച് ഊരി എടുത്തിട്ട് കറക്റ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും 2 സൈഡും ബെയറിങ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബെയറിങ് ഫിറ്റ് ചെയ്ത് ഇനി അതിൻ്റെ സൈഡിലുള്ള മറ്റേ ഡെസ്ക് ക്യാപ്പ് ഓയിൽ സീലുണ്ട്, അല്ലെങ്കിൽ പൊടിയൊക്കെ കയറും. അത് ഇട്ടിട്ടാണ് നമുക്ക് ടയർ കൊണ്ടുപോയി വണ്ടിയും ഫിറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ബെയറിംഗ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയിലോട്ട് എടുത്ത് വയ്ക്കുക. 2 സൈഡിലും ബെയറിംഗ് ഒക്കെ അടിച്ച് കയറ്റിയിട്ട് വന്നിട്ടുണ്ട്. ടയറൊക്കെ കയറ്റി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്കിൻ്റെ കാലിപ്പർ ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബെയറിങ്ങൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഒക്കെ ടൈറ്റ് ചെയ്ത് നല്ല ഓക്കെയാണ്. ഇനി നമുക്ക് കിറ്റൊക്കെ ഒന്ന് അഴിച്ചു നോക്കണം. നമ്മൾ ഇപ്പോൾ കുറേ ഓഫ് റോഡൊക്കെ പോയതിന് ശേഷം ചെറിയ സൗണ്ട് ഉണ്ടെന്ന് അഴിച്ചു നോക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് മറഞ്ഞു വീണായിരുന്നു, കാട് ചെറിയൊരു വളവ് വേണ്ട. അപ്പോൾ അഴിച്ച് റെഡിയാക്കണം. കിറ്റൊന്ന് അഴിച്ച് നോക്കണം എന്തെങ്കിലും ലൂസൊക്കെ ഉണ്ടോയെന്ന്. ചെറിയൊരു ലൂസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് അഴിച്ചു നോക്കാം. ഇതൊരിക്കലും ഒരു ദിവസം മറഞ്ഞു വീണാണ് കേട്ടോ. മതിൽ പോയിടിച്ചാണ് ഒരു റൈഡിന്. എന്തായാലും നമുക്ക് കിറ്റ് അഴിക്കണമെങ്കിൽ നമുക്ക് മുകളിലതേ ഈ 2 സൈഡിലും ഓരോ സ്ക്രൂ ഉണ്ട്. അതുപോലെ അടിയിൽ കണ്ടോ, ഇവിടെയായിട്ട് പറഞ്ഞുണ്ട്. ഇവിടെയായിട്ട് ഈ ബോൾട്ടാണ്. അത് ഞാൻ അഴിച്ചെടുത്തതാണ് കേട്ടോ. 2 സൈഡിലുണ്ട്, ആ സൈഡുണ്ട് ഈ സൈഡുണ്ട്. അത് അഴിച്ചിട്ട് ഈ സൈഡ് കവർ പുറത്തോട്ട്, അപ്പുറ സൈഡ് പുറത്തോട്ട് അഴിച്ചിട്ട് ഫ്രണ്ടിലോട്ട് വലിച്ചാൽ മതി. അപ്പോൾ കിറ്റിൻ്റെ ഊരി പോരും.
നമുക്ക് ഊരി നോക്കാം. ഇവിടെ ഈ സൈഡിൽ നമ്മൾ നെട്ട് രണ്ട് സൈഡിൽ അഴിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് വലിക്കാം രണ്ട് സൈഡ്. അതുപോലെ അടിയിൽ ഇവിടെ ടാങ്കിൻ്റെ അവിടേക്ക് കയറുന്ന മൗണ്ടിങ് പോയിൻ്റ് ഉണ്ട്, അവിടെ മതി അടിക്കുക. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി. അതിന് മുമ്പ് നമ്മൾ ഇതുപോലെ കണക്ടർ ഒന്ന് പിടിക്കണം കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ വയർ ഓണാണ്, അത് നമ്മളിവിടെ സോക്കറ്റ് ഊരിയെടുക്കുക. അതിന് ശേഷം ഫ്രണ്ടിലോട്ട് വലിച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ റബ്ബർ ബുഷുണ്ട്, ഒരു സ്റ്റേയുടെ അതുമേണത്. ആ സ്റ്റേ വേണ്ടത് വെയിറ്റ് താങ്ങിക്കണത്. ആ റബ്ബർ ബുഷും സ്റ്റേയും ഇല്ലെങ്കിൽ ഫ്രണ്ട് കൊടുന്ന് ഭയങ്കര ഇളക്കമായിരിക്കും, ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടോ, അതാണ് ആ റബ്ബർ ബുഷ്. നേരെ മേലോട്ട് ഇവിടെ കാണാം. അപ്പോൾ വണ്ടിമേ നമ്മൾ കിറ്റ് അഴിച്ചെടുത്തിട്ടോ, കിറ്റ് അഴിച്ചെടുത്തതിനെ കാണിക്കുന്നത് ഇവിടെ ചേക്കാണ്. ഈ സൈഡിൽ ഇവിടെ കുറച്ച് ഈ ഒരു ലോക്ക് ഇത് പൊട്ടിപ്പോയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ ലോക്കുണ്ട്, അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ വെച്ച് പൊട്ടിപ്പോയാൽ പൊട്ടിച്ച് വെച്ചാൽ നമുക്കിപ്പോൾ എറാൾഡേറ്റ് ഉണ്ട്. എറാൾഡേറ്റിൻ്റെ ഫാസ്റ്റ് എന്നുള്ള സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഹെവി ടൈറ്റിൻ്റെ ഹൈ സ്പീഡ് പെട്ടെന്ന് കിട്ടണം 5 മിനിറ്റുള്ളൂ. അത് രണ്ടും മിക്സ് ആയിട്ട് വേണം അതൊക്കെ ഒട്ടിക്കാൻ. സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിച്ചതിന് ശേഷം അലുമിനിയത്തിൻ്റെ ഒരു പീസ് കൊടുക്കുക, അതിന് ബലം കിട്ടും. ഇവിടുത്തെ ഒരു മൗണ്ടിങ് പൊട്ടിപ്പോയായിരുന്നു കഴിഞ്ഞ ദിവസം. ഒന്നും മറിഞ്ഞു എന്നാണ്, ഇങ്ങനെ അടിയൊന്നും കാരണം അടുത്ത് പൊട്ടിപ്പോയി. ബാക്കിയുള്ളിടത്ത് എല്ലാ ഫിറ്റിങ്സും വേറെ നമ്മുടെ ഒന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. അതൊന്ന് ലോക്ക് ഈ 2 ലോക്ക് മെയിൻ പ്രശ്നക്കാർ. ഇത് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഇത് കിടന്ന് നടക്കും. അതുപോലെ ഇവിടുത്തെ മൗണ്ടിങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ ഇളകി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ പൊട്ടാത്തത് കൊണ്ടാണ് വണ്ടി ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. തൊട്ടിയതാണെങ്കിൽ ഞാൻ ഒട്ടിച്ച് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. LED ഇൻഡിക്കേറ്ററാണ്, നല്ല വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ബോഡിയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചു, ഒട്ടിച്ച് കറക്റ്റാക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ചെറുതായിട്ട് പെയിൻറ്റ് അന്ന് ഇടയ്ക്കിടയ്ക്ക് വീഴുമ്പോൾ പറ്റണം അതൊക്കെ. ഇപ്പോൾ ബോഡിയൊക്കെ സ്ട്രോങ് ആയി. ഇത് തള്ളിപ്പോയായിരുന്നു, അതിൻ്റെയാണ് ആ ലോക്ക്, ഇതിൻ്റെ ലോക്കാണ് പൊട്ടിപ്പോയത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ തള്ളിപ്പോയായിരുന്നു. അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ബെയറിങ് മാറി കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല സെറ്റായിട്ടാണ്. അതിന് മുമ്പ് ടയറിന് ചെറിയൊരു വെട്ടിത്തേലുണ്ടായിരുന്നു, നാളെ കട്ട ടയറാണ്, ഒരു സൈഡ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ഇളക്കം ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. ഇപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞപ്പോൾ നല്ല കണ്ടീഷനായി. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഓഫ് റോഡൊക്കെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രണ്ട് ബെയറിങ് പെട്ടെന്ന് പോകുള്ളൂ, മേക്ക് അങ്ങനെ പോകില്ല. ഇന്നലെ ഇത് ഫിറ്റ് ചെയ്യാൻ കൊടുക്കാത്ത മഴയായിരുന്നു, അതിന് പിന്നെ നിർത്തിയതാണ്. വീഡിയോയിലൊന്നും കാണാനും പറ്റില്ല, അതാകെ ഇരുട്ടായി പോയായിരുന്നു. ഫിറ്റ് ദിവസമാണ് ബോഡിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ കണ്ടീഷനായി അടുത്ത റൈഡ് പോകാനുള്ള സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബോഡി പുതിയ നമ്മൾ വാങ്ങിച്ചാൽ പുതിയ വാങ്ങിച്ചാൽ നമ്മൾ സ്റ്റോക്കിരിക്കേണ്ടത്. ഇത് നമ്മൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന പഴയ തന്നെ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊട്ടിപ്പോയി, മാക്സിമം പൊളിഞ്ഞ് പോയി നമുക്ക് പുതിയതെടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. കുറച്ച് പണിയുണ്ട്, ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റാറുണ്ട്. സ്പോക്കറ്റ് വലിയ കുഴപ്പമില്ല, പക്ഷെ ചെയിൻ്റെ തേയ്മാനമൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഫ്രണ്ട് പോക്കറ്റൊക്കെ ഇതായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു പൊട്ടലിടാം, ഇതൊരു ലാസ്റ്റ് റൈഡ് ഇപ്പോൾ വീണാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.